The Russian Revolution, American War of Independence, French Revolution, Latin American Revolution. ഈ മൂന്ന് പ്രധാനപ്പെട്ട റവല്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാലാമത്തെ റവല്യൂഷനാണ് ദി റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ റഷ്യയുടെ സ്ഥാനം, റഷ്യയുടെ ഇമ്പോർട്ടൻസ്, രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട പോയിന്റ്സ്, അതായത് നമുക്ക് ജനറൽ നോളജ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്ന് റഷ്യയുടെ സ്ഥാനമാണ്. എവിടെയാണ് നമ്മുടെ മാപ്പില് റഷ്യയുടെ സ്ഥാനം? അതുപോലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ സമയമേഖലകൾ കടന്നു പോകുന്ന രാജ്യം ഏതാണ്? ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു സ്ഥലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് ജനറൽ നോളജ് കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമുക്ക് ഒന്ന് റഷ്യയുടെ സ്ഥാനം എവിടെയാണ്? Russia is situated in the Eastern Europe and Northern Asia. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തായിട്ടും ഏഷ്യയുടെ വടക്കു ഭാഗത്തുമായിട്ടാണ് റഷ്യയുടെ സ്ഥാനം. റഷ്യ ഈസ് ദി ലാർജസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. മാത്രവുമല്ല ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ സമയമേഖലകൾ കടന്നു പോകുന്ന രാജ്യവുമാണ് റഷ്യ. അപ്പൊ ഇത്തരം ജനറൽ നോളജുകൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ പാഠം തുടങ്ങുന്നത് ചില എഴുത്തുകാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കറിയാം റഷ്യയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര് ആരൊക്കെയാണെന്ന് നോക്കാം. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർജൻസി, ആന്റൺ ചെക്കോവ്. റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്നത് തന്നെ പാഠപുസ്തകത്തില് ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ആ വിവരണം എഴുതിയത് മാക്സിം ഗോർക്കി എന്ന് പറയുന്ന സാഹിത്യകാരന്റെ അമ്മ എന്ന് പറയുന്ന കൃതിയിലെ ഒരു ക്യാരക്ടർ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാക്സിം ഗോർക്കിയെ പോലെ മറ്റ് ചില സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർജനി, ആന്റൺ ചെക്കോവ്. ഇവിടെ നമുക്ക് മാക്സിം ഗോർക്കിയുടെ അമ്മ അല്ലെങ്കിൽ ദി മദർ എന്ന കൃതിയിലെ ഒരു ക്യാരക്ടർ പറയുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെ റഷ്യയിലെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ റഷ്യയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യ അഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദന ഉപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. ഈ പറയുന്ന വിവരണത്തിൽ നിന്നും അന്നത്തെ റഷ്യയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് വെയർ ദി ഡിമാൻഡ്സ് ഓഫ് ദി വർക്കേഴ്സ്? ഈ വിവരണത്തില് റഷ്യയിലെ തൊഴിലാളികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഒന്ന്, അവരാവശ്യപ്പെടുന്നത്
ഒന്ന്, down with private property, all means of production in the hands of people, all power in the hands of the people, no one exempt from work. അതായത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കണം, എല്ലാ ഉത്പാദന ഉപാധികളും ജനങ്ങൾക്കാണ്, എല്ലാ അധികാരവും ജനങ്ങൾക്കാണ്, അധ്വാനം എല്ലാവരുടെയും ചുമതലയാണ്. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം, ഇതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് വേർ ദി ഡിമാൻഡ്സ് ഓഫ് ദി വർക്കേഴ്സ്? രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ അല്ലെങ്കിൽ ഇല്ലാതാകട്ടെ. എവരി വൺ ഹാസ് ടു വർക്ക്, എല്ലാവരും അധ്വാനിക്കണം. അതുപോലെ മറ്റൊരു ഉത്തരം നമ്മൾ സ്വന്തമായി എഴുതണം. അതായത് all power in the hands of the people. Let us find the circumstances that led to the revolution. The farmers and factory workers in Russia led a tragic life during the Tsarist empires. അതായത് സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് അവർ ഏകാധിപതികളായിരുന്നു. മാത്രവുമല്ല, അവർ കർഷകരെയും ഫാക്ടറി തൊഴിലാളികളുടെയും ജീവിതവും അവരുടെ ഭരണകാലത്ത് ദുരിതപൂർണമായിരുന്നു. അതായത് റഷ്യൻ റവല്യൂഷന് ഉണ്ടായ സാഹചര്യം, അതിലെ ഒന്ന് സാർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഫാർമേഴ്സിന്റെയും തൊഴിലാളികളുടെയും ജീവിതം എങ്ങനെയായിരുന്നു? അതായത് അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. എന്തുകൊണ്ടാണ് ഫാർമേഴ്സിന്റെയും തൊഴിലാളികളുടെയും ജീവിതം ദുരിതപൂർണമാകാൻ കാരണം? Then the Tsarist emperors are autocratic. Second point is low agricultural production affected the farmers' income. The landless farmers had to pay huge tax. നമുക്കറിയാം, മുൻ റവല്യൂഷൻ ഒക്കെ പഠിച്ചപ്പോൾ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും ഹ്യൂജ് ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ലോ ആണെങ്കിലും ടാക്സ് ഹ്യൂജ് ആണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ലാൻഡ്ലെസ് ഫാർമേഴ്സും ഹ്യൂജ് ടാക്സ് കൊടുക്കണമായിരുന്നു. അപ്പം വരുമാനമില്ല, ഉൽപാദനമില്ല, അങ്ങനെയാണെങ്കിലും ഫാർമേഴ്സ് എന്ത് ചെയ്യണം? ഹ്യൂജ് ടാക്സ് കൊടുക്കണം. Russia was rich in natural resources. Their industrial production was merged. It was the foreigners who controlled the majority of the industries that existed there. അതായത് റഷ്യ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട്, നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ റഷ്യയുടെ വ്യവസായിക ഉൽപാദനം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വ്യവസായങ്ങളെയൊക്കെ പൂർണ്ണമായും കൺട്രോൾ ചെയ്തിരുന്നത് വിദേശികളായിരുന്നു. അപ്പൊ ഈ സാഹചര്യം, ഒന്ന് ഫാർമേഴ്സിന്റെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം, അത് സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം. രണ്ട്, ഫാർമേഴ്സ് ഹ്യൂജ് ടാക്സ് കൊടുക്കണം. ദി ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഗീവ് ഹ്യൂജ് ടാക്സ്. തേർഡ് വൺ ഈസ് Russia was in rich natural resources, but it was controlled by the foreigners. These three reasons causes the Russian Revolution. ഇനി സാഹചര്യം എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ സാഹിത്യകാരന്മാരുടെ കൃതികളും അവരുടെ ആശയങ്ങളും ഒരു റവല്യൂഷനെ സഹായിക്കുന്നു. മുൻ റവല്യൂഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഐഡിയോളജിസ്റ്റിന്റെ ആശയങ്ങൾ ആണ് എല്ലാ റവല്യൂഷനും അടിസ്ഥാനമായിട്ടുള്ളത്. ജനങ്ങളെ സ്വാധീനിക്കാൻ ഇവരുടെ ആശയങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ ഏതൊക്കെ ചിന്തകന്മാരുടെയും അല്ലെങ്കിൽ ഐഡിയോളജിസ്റ്റുകളുടെ ആശയങ്ങളാണെന്ന് നോക്കാം.
ഇവിടുത്തെ സാഹിത്യകാരന്മാര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്ക് തുടങ്ങിയവരെ പരിചയപ്പെട്ടു. അവരുടെ ചിത്രങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റഷ്യൻ ജനവിഭാഗത്തെ സ്വാധീനിച്ച മറ്റൊരാശയമായിരുന്നു മാർക്സിസ്റ്റ് ഐഡിയാസ്. അത് നടപ്പാക്കിയത് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ്. രണ്ട് പേരാണ്, രണ്ട് മാർക്സിസ്റ്റ് ആശയങ്ങൾ നൽകിയ രണ്ട് വ്യക്തികളാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പൊ ഇവരുടെ മാർക്സിസ്റ്റ്, അതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങള് ജനങ്ങളെ കൂടുതൽ ആവേശം കൊള്ളിച്ചു. അപ്പോൾ അവിടെ നേരത്തെ തൊഴിലാളികളുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിക്കണം, ജനങ്ങൾക്ക് അധികാരം നൽകണം. ഇവിടെ ഇവരുടെ ആവേശത്തിൽ തൊഴിലാളികൾക്ക് ചില സമരങ്ങളൊക്കെ ആഹ്വാനം ചെയ്തു. അപ്പൊ ഈ തൊഴിലാളികളുടെ ആഹ്വാനം എന്തായിരുന്നു? ഒന്ന്, മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കണം. അവിടെ മുതലാളിമാരെ എതിർക്കുകയും തൊഴിലാളികളെ കൊണ്ടുവരികയും ചെയ്യുക, അവർക്ക് പ്രാധാന്യം കൊടുക്കുക, ഇതായിരുന്നു ഇവരുടെ ആശയം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? മാർക്സിസ്റ്റ് ഐഡിയാസിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടി രൂപീകരിച്ചു. അതേതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി കുറച്ചു കാലം ഇങ്ങനെ പോവുകയും ഈ പാർട്ടി രണ്ടായി പിളരുകയും ചെയ്തു. അതിന് ഒരു വിഭാഗത്തെ മെൻഷെവിക്കുകളെന്നും മറ്റൊരു വിഭാഗത്തെ ബോൾഷെവിക്കുകളെന്നും പറയുന്നു. അതായത് ന്യൂനപക്ഷമാണ് മെൻഷെവിക്കുകൾ, ഭൂരിപക്ഷമാണ് ബോൾഷെവിക്ക്. ഇനി ആരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്? ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി എന്നിവരായിരുന്നു. പക്ഷേ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് തൊഴിലാളികളുടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒരു പാർട്ടി രൂപീകരിച്ചു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടി രണ്ടായി, ഒന്ന് ബോൾഷെവിക്ക്, മറ്റൊന്ന് മെൻഷെവിക്ക്. ബോൾഷെവിക്ക് ലെനിൻ, ട്രോട്സ്കി നേതൃത്വം നൽകി, മെൻഷെവിക്കിന് അലക്സാണ്ടർ കെരൻസ്കിയും നേതൃത്വം കൊടുത്തു. ഇനി അടുത്ത ഒരു പ്രധാന സംഭവമാണ് 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. അപ്പൊ റഷ്യക്ക് പരാജയം ഉണ്ടാവുന്നു. ഇനി രാഷ്ട്രീയ അവകാശങ്ങള്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തി. The crisis reached its worst when Russia was defended in the Russian-Japan War in 1905. The workers organized the huge march at Petrograd on 9 January 1905, demanding political rights and economic reforms. ഈ തൊഴിലാളികളുടെ ആവശ്യം എന്തായിരുന്നു? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും. The march was fired at by the soldiers and hundreds of demonstrators were massacred. This event is known as Bloody Sunday. അതായത് ഈ പെട്രോഗ്രാഡ് സ്ഥലത്ത് വെച്ച് പട്ടാളം വെടിവെക്കുന്നു, നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ മരിക്കുന്നു. ഈ സംഭവത്തെയാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ഇനി റഷ്യൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ. എന്താണ് ബ്ലഡി സൺഡേ? അതായത്
റഷ്യ ജപ്പാൻ യുദ്ധകാലത്ത് റഷ്യക്കേറ്റ പരാജയത്തില് തൊഴിലാളികൾ ചില അവകാശങ്ങളും ചില പരിഷ്കാരങ്ങളും, അതായത് രാഷ്ട്രീയ അവകാശവും സാമ്പത്തിക പരിഷ്കാരവും ആവശ്യപ്പെടുന്നു. ഇത് പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9-നാണ്. ഈ സ്ഥലത്ത് പ്രകടനം നടത്തുകയും 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. അവരെ പട്ടാളം വെടിവെച്ചു. ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് പറയുന്നു. അടുത്തതായി, ഈ കാലഘട്ടത്തിൽ, അതായത് ഈ സമരങ്ങളൊക്കെ നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെങ്ങും രൂപീകരിച്ചു. ഇതിനെ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സമരം ശക്തമായപ്പോൾ അവിടുത്തെ ചക്രവർത്തി എന്ത് ചെയ്തു? അവിടുത്തെ നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടാന് പ്രചോദനം നൽകി. അവിടുത്തെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ദ്യൂമ. അങ്ങനെ 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. 1917 മാർച്ച് 8 അവിടുത്തെ സ്ത്രീകള് ഭക്ഷണത്തിന് വേണ്ടി തെരുവീഥികളിലെ പ്രകടനം നടത്തുന്നു. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തുകയും സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. അതായത് സൈനികരും തൊഴിലാളികളോട് ഒത്തുചേരുകയും ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തൊഴിലാളികളോടൊപ്പം സൈനികരും പങ്കുകൊള്ളുന്നു. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തില് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചടക്കുന്നു. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നു. റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നതാണ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലെ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരുന്നു. അപ്പൊ ഇത്രയും ഭാഗമാണ് പ്രധാനമായിട്ടും റഷ്യൻ റവല്യൂഷന്റെ ഭാഗം. അടുത്ത പാർട്ടായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ പഠിച്ചതിൽ നിന്നും പ്രധാനമായ കാര്യങ്ങള് റഷ്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാർ ആരെല്ലാം: മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ചെക്കോവ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നൽകിയത് കാറൽ മാർക്സ് ഏംഗൽസ് ആണ്. ഇനി അടുത്തത്, ഇത്തരം ഒരു റഷ്യൻ റവല്യൂഷനിലേക്ക് നയിച്ച, ജനങ്ങളെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? അതായത് റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം, ജനങ്ങൾക്ക് ദുരിതപൂർണമായ ജീവിതം. അടുത്തത്, കാർഷിക മേഖലയിലെ ഉൽപാദനം കുറഞ്ഞാലും ഫാർമേഴ്സ് ഹ്യൂജ് ടാക്സ് കൊടുക്കണമായിരുന്നു. ഇനി റഷ്യ have abundant natural resources, but it was controlled by the foreigners. ഇതും ജനങ്ങളെ രോഷാകുലരാക്കി. ഇനി അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം, അവകാശങ്ങള് ജനങ്ങൾക്കായിരിക്കണം. ഇനി എന്തായിരുന്നു രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ? അതായത് റഷ്യ ജപ്പാൻ യുദ്ധത്തില് റഷ്യ പരാജയപ്പെടുന്നു. ഇതില് തൊഴിലാളികൾക്ക് പ്രയാസം നേരിടുകയും അവര് ഒരു പ്രകടനം നടത്തുന്നു. രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തിൽ വെടിവെപ്പുണ്ടാകുന്നു, ധാരാളം തൊഴിലാളികൾ മരിക്കുന്നു. ഇതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച. അതുപോലെ തന്നെ എന്തായിരുന്നു ഫെബ്രുവരി വിപ്ലവം? ഫെബ്രുവരി വിപ്ലവം അതായത് 1917 മാർച്ച് 8
ഭക്ഷ്യക്ഷാമം നേരിട്ടു. ആയിരക്കണക്കിന് സ്ത്രീകള് റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തുന്നു. പട്ടാളക്കാരും അതായത് സൈനികരും തൊഴിലാളികളോടൊപ്പം സമരത്തിൽ ചേരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ സൈനികര് ഒരുപാട് ദുരിതം അനുഭവിച്ചു. അങ്ങനെ ഈ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. അവിടുത്തെ ഭരണാധികാരി നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നു. മെൻഷെവിക് പാർട്ടി നേതാവായ അലക്സാണ്ടർ കെരൻസ്കി നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ആദ്യ ഭാഗമായിട്ട് നമ്മൾ റഷ്യൻ വിപ്ലവത്തില് പഠിക്കേണ്ടത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത പാർട്ടായിട്ട് പഠിക്കാവുന്നതാണ്.